അത് രാജാവിനെ സംബന്ധിച്ചൊരു കവിത എഴുതുന്നു. എന്നിട്ട് ആ കവിതയൊന്ന് രാജാവിനെ പുകഴ്ത്തി പാടിയാൽ എന്തിനു വന്നു എന്ന് ഈ പണ്ഡിതനോട് ചോദിക്കും. എന്റെ മകളെ കല്യാണ വിഷയമാണെന്ന് പറയാമെന്ന നിലക്ക് രാജാവിന്റെ കീർത്തന കവിതകൾ എഴുതിക്കൊണ്ട് അദ്ദേഹം നീങ്ങുന്നു. അതാ രാജാവിന്റെ അരികിൽ ചെന്ന് ആ രാജാവിന് പരിചയമുള്ളതായ ഈ വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അല്ലാമാ നബഹാനി തങ്ങൾ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. അതാ രാജാവിന് മധു പറഞ്ഞതിന് ശേഷം എന്തേ വന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ മകളുടെ കല്യാണമുണ്ട്, എന്റെ കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും തിരിഞ്ഞു നോക്കാതെ രാജാവ് ഇഹ്റാം ചെയ്തു, മുഖം തിരിച്ചു കളഞ്ഞു, പരിഗണിച്ചില്ല. സങ്കടത്തോടുകൂടെ അന്ന് യാത്ര ചെയ്യാൻ കഴിയാതെ ആ കൊട്ടാരത്തിൽ കണ്ണുനീരോടെ ഇറങ്ങിയതായ രാജാവിന്റെ പരിചയക്കാരനായ മുൻപരിചയക്കാരനായ ആ പണ്ഡിതൻ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ താമസിക്കാൻ വേണ്ടി രാത്രിയിൽ കൂടി കടലാസ് പെന്നുകളെടുത്ത് കണ്ണുനീരോടുകൂടെ ഒളു ചെയ്ത് കണ്ണുനീരോടുകൂടെ 2 റക്അത്ത് നിസ്കരിച്ച് റസൂലുള്ളാഹിനോട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നു, നബിയേ എനിക്ക് അഭയമില്ല നബിയേ, ഞാൻ രാജാവിന്റെ കീർത്തനം എഴുതിയത് തെറ്റായിപ്പോയി നബിയേ, എനിക്ക് തങ്ങളെപ്പറ്റി കീർത്തനം എഴുതാൻ അറിയുമല്ലോ, എന്റെ പ്രയാസങ്ങൾ അറിയുന്ന മദീനയിൽ കിടക്കുന്ന നബിയേ, ഞാൻ അവിടുത്തെ കീർത്തനം എഴുതട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ മൗലിദ് അങ്ങ് എഴുതുന്നു. വാസി ഉസ്താദ് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ മൗലിദ് എഴുതാത്ത മഹാന്മാരുണ്ടോ, റസൂലുള്ളാഹിന്റെ മധു പറയാത്ത മഹാന്മാരുണ്ടോ? അവര് മുഴുവനും റസൂലുള്ളാഹിന്റെ മദീനയിലൂടെ രക്ഷ തേടിയവരാണ്. അതാ മദ് എഴുതിക്കൊണ്ട് നീണ്ട കവിത പാതിരിയിൽ കണ്ണുനീരോടെ ഇമാം ബൂസീരി ബുർദ രചിച്ച പോലെ എഴുതുന്നു. എഴുതിയതിൽ ആച്ചെത്തുമ്പോൾ താൻ പൊട്ടിക്കരഞ്ഞുറങ്ങിപ്പോകുന്നു, റസൂലുള്ളാഹിനെ ഓർത്തങ്ങി കിടന്ന് ഉറങ്ങിപ്പോകുന്നു. ആ കവിത വെച്ച് രാവിലെ നാട്ടിലേക്ക് യാത്ര ചെയ്യണമെന്ന നിലക്ക്, ആരാരും അറിയാത്ത ആ കവിതയുമായി നാട്ടിലേക്ക് യാത്ര ചെയ്യണമെന്ന നിലക്ക് നേരം വെളുത്തപ്പോൾ തന്നെ പരിചയക്കാരനായ തന്റെ അരികിലേക്ക് രാജാവ് ഒരാളെ വിട്ടിരിക്കുന്നു. നിങ്ങളോട് കൊട്ടാരത്തിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്റെ രാജാവ്, എന്നെ പരിഗണിക്കാത്ത രാജാവ് ഇന്നെന്നെ വിളിച്ചത്. ഉടനെ തന്നെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് നീങ്ങുന്നു. രാജാവിനെ കണ്ടപ്പോൾ രാജാവ് ആദരിക്കുന്നു, കൈപിടിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്തായിരുന്നു നിങ്ങൾ ഇന്നലെ പറഞ്ഞ വിഷയം? ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ മകളുടെ കല്യാണത്തിന് സാമ്പത്തികമായി ഞെരുങ്ങുന്ന അവസ്ഥയാണ് നിങ്ങളോട് പറഞ്ഞത്. അതിന് എത്ര ചിലവ് വരും, അതിന് ഇത്ര രൂപ വരുന്നതാണ്. ആ മുഴുവൻ കാശും ഖജനാവിൽ നിന്ന്, രാജാവിന്റെ ഉടമ പൈസയിൽ നിന്ന് എടുത്തുകൊടുത്തുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഈ പണ്ഡിതൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് എന്നിങ്ങനെ പരിഗണിക്കാനുള്ള കാരണം? അദ്ദേഹം പറയുന്നു, ഇന്നലെ രാത്രി റസൂലുള്ളാഹ് എന്റെ അരികിൽ വന്നിരുന്നു, നിന്റെ വിഷമങ്ങൾ തീർത്തു തരാൻ പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ വിഷമങ്ങൾ മദീനയിലേക്ക് പറയൂ, തങ്ങളോട് പറയൂ, തങ്ങളോട് പ്രയാസം പറയൂ. കൂലിക്കൂലി തങ്ങൾ ബാബ അതാ സദസ്സിൽ വന്നാൽ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ അത് ഉച്ചത്തിലായിപ്പോയി, അത് ഇറക്കയായിപ്പോയി എന്നൊന്നും ചിന്തിക്കരുത്. മനവേദനയിൽ പറയുന്ന പ്രയോഗങ്ങളുടെ ശൈലി അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞോ, മദീന കാണുന്നതാണ്, മദീന കേൾക്കുന്നതാണ്. ശബ്ദത്തിന്റെ ലഹരി കൊണ്ടല്ല, മറിച്ച് മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളായതുകൊണ്ട് മദീനയിൽ അറിയാതിരിക്കില്ല. തങ്ങൾ പാപ്പ റസൂലുള്ളാഹിനെ കാണുന്ന പോലെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ചില സുന്നികൾക്ക് വരെ ഇഷ്ടമില്ല, അത് തെറ്റാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സങ്കടത്തോടുകൂടെ അതിശബ്ദത്തിൽ എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് കാണാം. അവൻ മുറായിയാണ്, അവൻ ദിയാകാരനാണെന്നൊരു സ്വഹാബി പറഞ്ഞപ്പോൾ ഒരിക്കലും അത് പറയരുത്. അവൻ അല്ലാഹുവിന്റെ വലിയാണെന്ന് പറഞ്ഞത് ഇമാം സയ്യൂത്തി തന്റെ അൽ-ഹാബീലുൽ ഫതാവി എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. മനസ്സിന്റെ വേദനക്കനുസരിച്ച് റസൂലുള്ളാഹിന്റെ ഖബറരിയിലല്ലെങ്കിൽ അങ്ങ് വാവിട്ട് കരയുന്നത് കൊണ്ടൊന്നും പെട്ടമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് വന്നതാ ശരീരത്ത് മദീന റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് എറിയുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ വന്ന് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ശരീരത്തെ എറിയുന്നു. ഇതൊക്കെ സ്വഹീഹായ സംഭവങ്ങളാണ്,
സ്നേഹങ്ങളുടെ ഭാഗമാണ് അതൊക്കെ. റസൂലുള്ളാഹിനെ വിളിക്കലും മൗലിദോദലും അശ്റഖിൽ റസൂലുള്ളാഹിനെക്കുള്ള കൈകാണിക്കലും ദുഃഖം പറയലും മനപ്രയാസം പ്രകടിപ്പിക്കലൊക്കെ അതൊന്നും അതബുകേടല്ല. റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പോയാൽ റസൂലുള്ളാഹിന് മുമ്പിൽ തൊട്ടുമുട്ടൽ അതബുകേടല്ല. ആ സദസ്സിനത് അതബുകേട് സംഭവിക്കുന്നതല്ല. റസൂലുള്ളാഹി നിങ്ങൾ വരുമ്പോൾ വഇദ്ദനാ ജുവൈരിയാദുൻ തുറന്നി ബിദ്ദഫ് യൻദുബന മമാതമിൽ ആബായിൽ ബദർ. അതാ സഹീഹുൽ ബുഖാരിയിൽ കാണാം, മിഷ്കാത്തിൽ ബാബു ഇലാനി നിക്കാഹ് എന്ന ബാബിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ദഫ് മുട്ടിക്കൊണ്ട് സ്വഹാബി മക്കൾ പാട്ടുപാടിയത്. അത് അതബുകേടല്ല, നബിയോടുള്ള സ്നേഹപ്രകടനമാണ്. അതൊക്കെ ബഹുമാനത്തിനെതിരല്ല. മൗലിദ് സദസ്സുകളിൽ അത് ബഹുമാനത്തിന് കേടല്ല. അത് സ്വഹാബികൾ എത്രയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിരിക്കട്ടെ, മഹാനായ റസൂലുള്ളാഹിനോട് ഏത് സങ്കടവും പറയാം. ഞാൻ സഅദുദ്ദീൻ തഫ്താദാനി തങ്ങളുടെ സംഭവം പൂർത്തീകരിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു എന്ന് പറയുന്നു, ഓടുന്നു. സഅദുദ്ദീൻ തഫ്താദാനി ഓടുന്നു. അപ്പുറത്തൊരു വിജനമായ സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നു അവിടെ. ഉറക്കത്തിലല്ല, ഉണർച്ചയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇരിക്കുന്നു. കൂടെ കുറെ സ്വഹാബികളുമുണ്ട്. ഇങ്ങനെ അനുഭവങ്ങൾ എത്ര ആളുകൾക്കുണ്ട് സഹോദരന്മാർ. എ പി ഉസ്താദിനെ അതിയായി ആദരിച്ചിരുന്ന ബഹുമാനപ്പെട്ട കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി തങ്ങൾ എന്നോട് ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അവർക്ക് അനുഭവം ഉണ്ടായത് റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട സംഭവം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഫത്താഹ് അമീനു അസ്സൂരി അൽ ഹലബി എന്റെ ഷെയ്ഖാണ്. ബഹുമാനപ്പെട്ടവർ ഖാദിരി തുരീഖിലെ മഹാനാണ്. ഔസുൽ ആലമിന്റെ 12ാമത്തെ പേരമകനാണ്. അവരുടെ കവിത എനിക്ക് തന്നപ്പോൾ അതിന്റെ ആദ്യ വരി റഅയ്തുൽ ഹബീബ വസിദ്ദീഖഹു യതൂഫാനി ബിൽ ബൈത്തുകൾ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റസൂലുള്ളാഹി തങ്ങളെ ഉറക്കത്തിൽ കാണുകയും അവിടുത്തെ ഖാതുമുൻ നുബുവ തൊട്ടു നോക്കുകയും ചെയ്ത മഹാനാണ്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് റസൂലുള്ളാഹിനെ കണ്ടവരാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് റസൂലുള്ളാഹിനെ 2 പ്രാവശ്യം കണ്ടവരാണ്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് റസൂലുള്ളാഹിനെ കണ്ടവരാണ്. നമ്മുടെ നേതാക്കന്മാരിൽ 99% എനിക്ക് ചോദിച്ചറിഞ്ഞ പേരിൽ ഞാൻ പറയുകയാണ്, അവരൊക്കെ റസൂലുള്ളാഹിനെ കണ്ടവരാണ്. പല അനുഭവങ്ങളുമാണ്. എല്ലാം കൂടെ ഇവിടെ പറയാൻ പ്രയാസമാണ്. നമ്മളൊക്കെ കാണാൻ പരിശ്രമിക്കുക. റസൂലുള്ളാഹി നമ്മുടെ ബന്ധം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. സഅദുദ്ദീൻ തഫ്താദാനി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താദാനി തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, യാ സഅദ്, സഅദേ നിന്നെ എത്ര പ്രാവശ്യം എന്റെ അടുത്തേക്ക് ഞാൻ ആളെ പറഞ്ഞേക്കുന്നു? ഉടനെ തന്നെ സഅദിന് പറയാൻ തോന്നിയത്, നബിയേ, എന്റെ ദർസിലെ ഉസ്താദിന്റെ അതുദ് തങ്ങളെ ദർസിലെ ഒരു ഏറ്റവും മണ്ടനായ വിദ്യാർത്ഥിയാണ് ഞാൻ. എനിക്ക് പഠിച്ചിട്ട് പഠിനില്ല. എനിക്കൊരാൾ പറഞ്ഞാൽ മനസ്സിലാവൂല. തങ്ങൾ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളും? 700 വർഷത്തിന് ശേഷം കഴിഞ്ഞു വന്നതായ ഞാൻ, എന്നെ തങ്ങൾ ഇവിടുന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ മാത്രം